നമുക്ക് കുറുകുറെ ഉണ്ടാക്കിയാലോ? കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്നാക്കാണ് കുറുകുറെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള കുറുകുറെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ കുറുകുറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. പാക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന അരിപ്പൊടിയില്ലേ, അതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. അപ്പോൾ കടലമാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മൾ കുറുകുറെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കപ്പ് അളവിന് തന്നെ നോക്കിയെടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ടുള്ള കുറുകുറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. അത് നല്ല പോലെ ഒന്ന് ചൂടാവുന്നത് വരെ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ. നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കണ്ടത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം വേണം ഇത് ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഉരുട്ടി ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആൾറെഡി വേവിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അധികം നേരമൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പോലെ എണ്ണ ചൂടാക്കിയെടുക്കണം. എന്നിട്ട് മാത്രം എണ്ണയിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാം ഇനി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുറുകുറയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2 ചേരുവകൾ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും, എരിവ് കുറവുമായിരിക്കും. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ് കേട്ടോ. ചാട്ട് മസാല ചേർക്കണം, എന്നാലാണ് നമ്മുടെ കുറുകുറയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ചാട്ട് മസാലേൻ്റെ പുറമെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ പൗഡർ വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുളിരസവും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന കുറുക്കുറയാണിത്. നല്ലൊരു കിറുക്കർ എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സൗണ്ട് മ്യൂട്ടാക്കിയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കുറുക്കുറു എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കായിരുന്നു. പേര് പോലെ തന്നെ നല്ല കുറുക്കുറാണ് കേട്ടോ. നമ്മളിതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കാം. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോസ് ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്